ദൈവമേ കടന്നു വരാനുള്ള ദൈവമേ യുവാക്കളെല്ലാം കർത്താവ് എത്രയും പെട്ടെന്ന് കർത്താവ് ജോയിൻ ചെയ്യാനായിട്ട് കർത്താവ് വഴിയൊരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ സ്തോത്രം കർത്താവെ. ദൈവമേ ഇന്നത്തെ വചനം കർത്താവെ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രയോജനമാക്കി കർത്താവ് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ ഒരു പടി കൂടെ കൂടുതൽ അടുത്തറിയുവാൻ കർത്താവെ ഓരോരുത്തരെയും ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വതും തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാം നന്നായി ചെയ്യണം കർത്താവെ. വർഷിപ്പ് ലീഡ് ചെയ്യുന്ന ക്രിസ്തുവിനെയും കർത്താവെ അലക്സിനെയും എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിലെ വാക്കുകളുണ്ടെങ്കിൽ കുറഞ്ഞേമേ. ഓക്കെ, ക്രിസ്റ്റോ തുടർന്ന് നമ്മുടെ വർഷിപ്പ് സെഷൻ ലീഡ് ചെയ്യാനായിട്ട് ബ്രദർ ക്രിസ്റ്റോ പോളിനെ ക്ഷണിക്കുന്നു. ലൈവാണോ? ലൈവാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ ഒരു ആഴ്ചക്കാലം മുഴുവൻ നമ്മളെ പരിപാലിച്ച കർത്താവിനെ നമുക്ക് പാടി മഹത്വപ്പെടുത്താം. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുവാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം കർത്താവ് അടിവരയിട്ട് നടത്തുന്നൊരു ആഴ്ചയായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിച്ചത്. ആ ദൈവത്തെ നമുക്ക് പാടി ആരാധിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളും ദൈവം നടത്തി തരുവാൻ ദൈവം ശക്തനാണ്. ആ വിശ്വാസത്തോടെ നമുക്ക് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ പാടി വന്നു. എന്നുള്ളമേ സ്തുതിക്കാൻ ഈ പരനെ തൻ നന്മകൾക്കായി സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്നൊരിടയൻ. സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്നൊരിടയൻ. തന്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു. തന്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു. എന്നുള്ളമേ സ്തുതിക്കാൻ നീ പരനെ തൻ നന്മകൾക്കായി സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. വരലോകത്താണി വരഞ്ഞു തെല്ലുമാശയില്ലാതരഞ്ഞു. ശോകത്താളി വലഞ്ഞു തെല്ലുമാശയില്ലാതരഞ്ഞു. പാരം കേണിടുമ്പോൾ തിരുമേനി അതിൽ നിന്റെ വ്യാധി എല്ലാം വഹിച്ചു. പാരം കേണിടുമ്പോൾ തിരുമേനി അതിൽ നിന്റെ ഭാരമെല്ലാം വഹിച്ചു. എന്നുള്ളമേ സ്തുതിക്കാൻ നീ പരനെ തൻ നന്മകൾക്കായി സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടി പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം. പാപശോധനകൾ വരുമ്പോൾ ഭാരങ്ങൾ പെരുകിടുമ്പോൾ പല ശോധനകൾ വരുമ്പോൾ പെരുകിടുമ്പോൾ നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം വഹിച്ചു. ആമേൻ. എന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ എന്റെ
ഭാരമെല്ലാം വഹിച്ചു. എന്നുള്ളമേ എന്നുള്ളമേ സ്തുതിക്കാൻ ഈ പരനെ തൻ മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം എന്നാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താൻ എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താൻ ആത്മാവിനാലെ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു ആത്മാവിനാലെ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ എന്നുള്ളമേ സ്തുതിക്കാൻ ഈ പരനെ താൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം എന്നാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം എന്നാന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം പാപരോഗത്താൽ നിബലഞ്ഞു തെല്ലുവാശയില്ലാതലഞ്ഞു പാപരോഗ തെല്ലുവാശയില്ലാതലഞ്ഞു പാരം കേണിടുമ്പോ തിരുമേനി അതിൽ നിന്റെ വ്യാധി എല്ലാം ചുമന്നു വാരം കേണിടുമ്പോ തിരുമേനി അതിൽ നിന്റെ വ്യാധി എല്ലാം വഹിച്ചു ആമേൻ എന്നുള്ളമേ സ്തുതിക്കാൻ ഈ പരനെ തന്നൻ മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം എന്നാന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പുകഴ്ത്താം എന്നാന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പുകഴ്ത്താം എന്നുള്ളവേ എന്നുള്ളവേ സ്തുതിക്കാൻ ഈ പരനെ തന്നാൻ മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം എന്നാന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പുകഴ്ത്താം എന്നാന്തരംഗമേ അനുദിനം നന്ദിയോടെ ഓ ആത്മാവിനാലെ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു ആമേൻ ആത്മാവിനാലെ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹം അതിശയമേ ആമേൻ പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹം അതിശയമേ ആത്മാവിനാലെ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു ആമേൻ ആത്മാവിനാലെ ആമേൻ ആമേൻ ആനന്ദമുള്ളിൽ പകർന്നു പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ എന്നുള്ളമേ സ്തുതിക്കാൻ നീ പരനെ തന്നാൻ മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാമേ നാന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പുകഴ്ത്താം എന്നാന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പുകഴ്ത്താം സുരലോക സുഖം വെടിഞ്ഞു ആമേ എന്നെ തേടി വന്നോരിടായൻ സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്നോരിടായൻ ആമേ തന്റെ ദേഹമെന്ന തിരശീല ചിന്തിത്തവ മോക്ഷമാകം തുറന്നു
ദേഹമെന്ന തിരശീല ചിന്തിത്തവ മോക്ഷമാകം തുറന്നു എന്നുള്ളമേ സ്തുതിക്കാനി പരരെ തല്ലാൻ മകൾക്ക് സ്തുതിക്കാം സ്തുതിക്കാമേ നാന്തരംഗമേ അനുദിനം നന്ദിയോട് പാടിപ്പുകതാ എന്നാന്തരംഗമേ അനുദിനം നന്ദിയോട് പാടിപ്പുകതാമേനെ നാന്തരംഗമേ അനു ആമേൻ ആമേൻ ഹല്ലേലൂയ 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 ആമേൻ സമനാരകനെ ലഗനെ മലവൗടകനാ ലഗനമനാ രഗന ദിഗനാ ലഗനെ മനന്ദേ ലഗനെ മലവൗടകനാ ലഗനഗദേ ലഗനമുടാഗന ദിവനഗന ലഗനിഗദഗനെ മനമുടഗന മനഗന സഗന മനവരവര പരിവല വരഗന ലഗന ലഗനെ മുടാവനി മലമന മനവരഗന മനദ ലഗന ദേ ആഗന ഉണ്ട മനഗന ലഗനെ റീവാലവന രഗന സമ്പല വൗടകന ലഗനഗദഗനി മനഗന മനഗരഗദേ ലഗന മുടാഗന Oh, hallelujah, 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 hallelujah. Oh, hallelujah, 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 hallelujah. Praise the Lord. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. നമ്മുടെ മീറ്റിങ്ങിനെ കർത്താവിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിനോട് ദൈവസ്ഥാനം തന്ന് നമ്മളെ മഹത്വപ്പെടുത്തി കർത്താവിന്റെ നാമത്തെ നമ്മുടെ മുമ്പിൽ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തി നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ബ്രദർ ക്രിസ്റ്റോ ആൻഡ് ക്രിസ്റ്റീന. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്നും കർത്താവിന് വേണ്ടി അതിശക്തമായി പാടുവാനും എല്ലാം ദൈവം എടുത്ത് ഉപയോഗിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ യൂത്ത് മീറ്റിംഗ്, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് മൈ റൂൾസ്, മൈ ലൈഫ് മൈ റൂൾസ് എന്നാണ് ഇന്നത്തെ നമ്മുടെ ഒരു പൊതുവെ കേൾക്കുന്ന ഒരു ടാഗ് ലൈൻ ആണ്. പക്ഷെ മൈ ലൈഫ് മൈ റൂൾസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ജനറേഷന്റെ നടുവിൽ ഇറ്റ് ഇസ് നോട്ട് മൈ ലൈഫ് മൈ റൂൾസ്, ദർ ഇസ് മൈ ലൈഫ് മൈ ഗോഡ്സ് റൂൾസ് എന്നുള്ള ഒരു കാര്യം ബോധ്യം ആകുവാൻ വേണം. അതിനെക്കുറിച്ച് നമ്മുടെ ചിന്ത അല്പം ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ടാണ് ഇന്നത്തെ മീറ്റിംഗിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് നമ്മുടെ കൂടെ ബ്രദർ ആശിഷ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ബ്രദർ ആശിഷിന് കൊടുക്കുന്നതിന് മുൻപ് ഇന്നത്തെ നമ്മുടെ പാർട്ടിസിപ്പേഷൻ വളരെ കുറവായിട്ട് തോന്നുന്നുണ്ട്. പലരും മഴയുടെ ബുദ്ധിമുട്ട് കാരണം ഇലക്ട്രിസിറ്റി പ്രോബ്ലം ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇത് കാരണമായിരിക്കും എന്ന് കരുതുന്നു. കഴിവതും എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ എൻകറേജ് ചെയ്ത് മീറ്റിംഗിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരെയൊക്കെ ഒന്ന് എൻകറേജ് ചെയ്ത് ജോയിൻ ചെയ്യാൻ ശ്രമിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അതുപോലെ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും വീഡിയോ ഓൺ ചെയ്യണമെന്നും ഓർപ്പിക്കുന്നു. ഓവർ ടു ബ്രദർ ആശിഷ്. ഞാൻ പറയുന്ന ഓഡിബിൾ ആണ്? പറയുന്ന ഓഡിബിൾ ആണ്. ആശിഷ് വീഡിയോ ഇൻവേർട്ടഡ് ആണ്, ഒന്ന് സ്ട്രെയിറ്റൻ ആക്കാമോ? എങ്ങനെ? അതായത് വീഡിയോ സൈഡ് വ്യൂ ആണ് കാണുന്നത്. അതായത് സൈഡ് വ്യൂ എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റഡ് വ്യൂ ആണ് കാണുന്നത്. ഒന്ന് സ്ട്രെയിറ്റ് ആക്കാമോ? മൊബൈൽ ഫോണിൽ നിന്ന് വല്ലതും ആണോ? അങ്ങനെയാണെങ്കിൽ തിരിച്ചു വെച്ചാൽ മതി. വീഡിയോ മൊബൈൽ ഫോണിൽ നിന്ന്. അപ്പൊ ഒന്ന് മൊബൈൽ ഒന്ന് തിരിച്ചാൽ മതി. ഓക്കെ, ഒരു മിനിറ്റ്. ഇപ്പം ക്ലിയർ ആണോ ബ്രദറെ? ഓക്കെ. യാ, നൗ ഇറ്റ്സ് ഗുഡ്. ഓക്കെ, ഞാൻ ആക്ച്വലി എൻ്റെ സ്ലൈഡ്സ് ലാപ്ടോപ്പില്ല. അപ്പം ലാപ്ടോപ്പിൽ നിന്നും ജോയിൻ ചെയ്തായിരുന്നു, പക്ഷേ ലോഗ് ഔട്ട് ആയി പോയി. ഒരു പ്രാവശ്യം കൂടെ ട്രൈ ചെയ്യാം. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. യെസ്, ഷുവർ. ഓൾറൈറ്റ്, സോ ഇന്ന് ഓക്കെ
ഓക്കെ ബ്രദറെ, എനിക്ക് ഷെയറിംഗ് റൈറ്റ്സ് ഒന്ന് തരണേ. ഏതാണ്, യൂസർ എന്നുള്ളതാണോ അതോ ഇപ്പൊ കേറിയ ഡിവൈസ് തന്നെയാണോ? ഇപ്പൊ കയറിയ ഡിവൈസ്. ഓക്കെ ഓക്കെ. ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇതിലല്ലേ? സംസാരിച്ചുകൊണ്ടിരിക്കുന്നതല്ല, ഓഡിയോ ഇല്ലാത്ത ഡിവൈസ്. അതിന്റെ പേരെന്ന് പറയാം, എനിക്ക് മനസ്സിലായില്ല. യൂസർ എന്നുള്ളതാണോ? ഒരു മിനിറ്റ്. പേര് പേര് ഏബിൾ എന്നുണ്ട്. ഏബിൾ ജോൺ. ഞാൻ റീനെയിം ചെയ്യാം. ആശിഷ് ബ്രദറെ കോ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്, നോക്കി പറ്റണ്ടോ നോക്കി. ഓക്കെ, ഒരു മിനിറ്റ് ചെയ്തു. ഓക്കെ, ഓൾറൈറ്റ്. ഇത് കാണാമല്ലോ അല്ലേ? ഞാൻ പ്രസന്റ് ചെയ്യുന്നത് കാണാമല്ലോ അല്ലേ? Okay. Now it's okay. Yeah. ഓൾറൈറ്റ്. ഓക്കെ, കുറച്ച്. ഓൾറൈറ്റ്. സോ സോറി ഫോർ ദി ഇന്ററപ്ഷൻ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മൈ ലൈഫ് മൈ ഗോഡ്സ് റൂൾസ്. മൈ ലൈഫ് മൈ റൂൾസ് എന്ന് ഉള്ള ആ ഒരു ഫ്രേസ്, ഐ തിങ്ക് ഇറ്റ് ഈസ് പ്രിറ്റി മച്ച് പോപ്പുലർ ഇൻ ദി മോഡേൺ അമോങ്സ് ദ മോഡേൺ ന്യൂസ്. എബൻ ബ്രദർ എങ്ങനെ, മലയാളത്തിലാണോ അതോ ഇംഗ്ലീഷിലാണോ അതോ? മലയാളത്തിൽ സംസാരിച്ചോ, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. സോ ഈ ഫ്രേസ് നമ്മൾ എപ്പോഴും പലവട്ടം കേൾക്കാറുണ്ട്. നമ്മൾ ടീഷർട്സിൽ ആൾക്കാർ പ്രിന്റ് ചെയ്ത് മൈ ലൈഫ് മൈ റൂൾസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകാറുണ്ട്. പിന്നെ യുനോ പല ആൾക്കാരുടെയും സോഷ്യൽ മീഡിയ മേ ബി ദെയർ ബയോ വുഡ് ഹാവ് മൈ ലൈഫ് മൈ റൂൾസ്. സോ ഇറ്റ്സ് എ വെരി പോപ്പുലർ ഫ്രേസ് അല്ലേ? മോഡേൺ കൾച്ചറിന്റെ ഒരു ടാഗ് ലൈൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അതായത് എല്ലാവരും അവൻ ഇഷ്ടമുള്ള പോലെ ജീവിക്കുകയാണ്. Nobody actually cares about other people's opinion. Even though you might not have heard this phrase in the same way, ഈ phrase ഇതേ സെയിം എല്ലാ ദിവസവും കേൾക്കുന്നില്ലെങ്കിലും പലപ്പോഴും നമ്മൾ മറ്റ് കൂട്ടുകാരും കലീഗ്സുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഇങ്ങനത്തെ ചില ഫ്രേസസ് നമ്മൾ കേൾക്കാറുണ്ട്. തീർച്ചയായിട്ടും എന്റെ ജീവിതമല്ലേ, അത് ഞാൻ ഇഷ്ടമുള്ള പോലെ ജീവിക്കും. അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ ഒന്ന് ഒരു ഡിസ്കഷനോ വല്ല എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ അബോർഷന്റെ വിഷയം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രീമാരിറ്റൽ സെക്സിന്റെ വിഷയങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു ഇറ്റ്സ് മൈ ലൈഫ് ആൻഡ് ഐ വിൽ ലീവ് ഐ സീം ഇറ്റ് ബെസ്റ്റ്, റൈറ്റ്? സോ ദിസ് ഈസ് സംതിങ് ദാറ്റ് ഈസ് വെരി വെരി കോമൺ അമോങ്സ് ദ മില്ലേനിയൽസ് ആൻഡ് ദ യങ്ങർ ജനറേഷൻ. ആൻഡ് നമുക്ക് ചിലപ്പം നമ്മൾ ഇങ്ങനെ വല്ലതും ചിന്തിക്കാം, അതായത് ഇത് പുതിയ ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ഒരു ന്യൂ ഫിനോമിനൻ. തീർച്ചയായിട്ടും അല്ല. നമ്മൾ വിചാരിക്കും ഇതൊരു പുതിയ ഫിനോമിന, അല്ലെങ്കിൽ ഇതൊരു പുതിയ കൾച്ചറൽ യുനോ ഇറ്റ്സ് എ ന്യൂ കൾച്ചറൽ റെവല്യൂഷൻ. ബട്ട് നോ, ഇറ്റ്സ് നോട്ട് എ ന്യൂ കൾച്ചറൽ റെവല്യൂഷൻ. ഇഫ് യു ടേൺ ടു ദ ബൈബിൾ, ഇഫ് യു ടേൺ ടു ദ ബുക്ക് ഓഫ് ജഡ്ജസ്, ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ഇങ്ങനൊരു വാക്യം കാണാം. ഇൻ ദോസ് ഡേയ്സ് there was no king in Israel. Everyone did what was right in his own eyes. In those days, there was no king in Israel. Everyone did what was right in his own eyes. And when you look at this verse, ഈ വേഴ്സ് നമ്മൾ ചെന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ഇന്ന് നമ്മൾ ഈ മോഡേൺ ആയിട്ട് കാണുന്ന പല കാര്യങ്ങളും നമ്മള് യുനോ ഈ ഒരു അഡ്വാൻസ്മെന്റിന്റെ പലപ്പോഴും നമ്മൾ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട് പഴഞ്ചൻ ചിന്താഗതികൾ യുനോ കാലഹരണപ്പെട്ടു പോയ മതത്തിന്റെ ചില ആചാരങ്ങൾ, അങ്ങനൊക്കെ രീതിയിലുള്ള വാക്കുകളും ഫ്രേസസും യൂസ് ചെയ്യാറുണ്ട്. ബട്ട് ഇന്നേക്ക് 2500-3000 വർഷങ്ങൾക്ക് മുമ്പ്, അറൌണ്ട് 3 million years from today 3000 years roughly from our time,
അന്നത്തെ ഒരു കാലത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന പല കാര്യങ്ങളും വാസ് വെരി വെരി കോമൺ ഇൻ ദോസ് ഡേയ്സ്. എനിക്ക് തോന്നുന്നു നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇറ്റ്സ് ബീൻ അറ്റ്ലീസ്റ്റ് one or 2 months since we met. And I believe in the last or previous class, we also discussed about this. Many of the things that we participate or we do not participate. Most of the people who participate and most of the people who champion those kind of rights, it's not modern. അതൊരു മോഡേൺ റൈറ്റ് ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മളിപ്പം അബോർഷനെ കുറിച്ച് സംസാരിക്കും. ഈ അബോർഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ പല ആൾക്കാരും റേസ് ചെയ്യാറുള്ള ഒരു പോയിന്റ് ഉണ്ട്. പലരെ ഏത്തീസ്റ്റുകളും തന്നെ റേസ് ചെയ്യാറുള്ള പോയിന്റ് ആണ്. എന്തുകൊണ്ടാണ് why it's a woman's body, it is her choice, right? It is her choice. പക്ഷെ ആ ഏത്തീസ്റ്റ് തന്നെ, ആ നിരീശ്വരവാദി അല്ലെങ്കിൽ ആ യുക്തിവാദി തന്നെ ബൈബിളിലെ ചില വാക്യങ്ങൾ എടുത്തിട്ട് പറയും പഴയ നിയമത്തിലെ ദൈവം യുനോ ശിശുക്കളെ കൊല്ലുന്ന ഒരു ദൈവമായിരുന്നു. he committed genocide. On one side, ഒരു വശത്ത് അബോർഷനെ സപ്പോർട്ട് ചെയ്യും, അതായത് പിഞ്ചു കുഞ്ഞുങ്ങളെ അവരുടെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എടുത്തിട്ട് അതിനെ കൊല്ലുന്ന ആ ഒരു പ്രക്രിയയെ സപ്പോർട്ട് ചെയ്യുകയും, മറുവശത്ത് ഞാൻ ബൈബിളിലെ ദൈവത്തിൽ വിശ്വസിക്കത്തില്ല, കാരണം ബൈബിളിലെ ദൈവം ജെനോസൈഡ്, ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ദ മലയാളം വേർഡ് ഫോർ ഇറ്റ്, ബട്ട് കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിന് ഇസ്രായേൽ മക്കളെ പ്രേരിപ്പിച്ച ദൈവം, അങ്ങനത്തെ ഒരു ദൈവത്തെ ഞാൻ വിശ്വസിക്കത്തില്ല. സോ ദാറ്റ്സ് എ ഡബിൾ സ്റ്റാൻഡേർഡ് റൈറ്റ്. ഞങ്ങളുടെ ഗ്രേസസ് ടീം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ അതാണ്. ഈ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ്, എനിക്ക് റഫ്ലി 5 or 6 hours ago, ഒരു വീഡിയോ റിലേറ്റിംഗ് ടു ദിസ് ടോപ്പിക് വാസ് റിലീസ്. സി, അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് എക്സാമ്പിൾ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാനനൈറ്റ്സ് ആയാലും അമോറൈറ്റ്സ് ആയാലും മോവാബിയർ ആയാലും അവരുടെ ശിശുക്കളെ, അവരുടെ കിഡ്സ്, their children, ഇന്നേക്ക് 2000-3000 വർഷങ്ങൾക്ക് മുമ്പ് they were doing ritual sacrifices, അല്ലെ? They were doing horrendous things, highly cruel things. Homosexuality is very very common, commonly heard term nowadays. Not just a term, it's a very common thing. It has become a very common thing, at least in the last decade or maybe last 5 years. നമ്മുടെ കേരളം, നിങ്ങൾ അമേരിക്കയിലൊന്നും പോകേണ്ട കാര്യമില്ല. കേരളം, അല്ലെങ്കിൽ യു കം ടു മുംബൈ, യു ഗോ ടു ബാംഗ്ലൂർ, യു വിൽ സീ homosexual people, you will see homosexual couples. I have myself seen them. നമ്മൾ കോളേജിൽ പോകുമ്പോൾ, നമ്മുടെ വർക്ക് പ്ലേസിൽ പോകുമ്പോൾ homosexuality is very very common. ആൻഡ് എനിക്ക് നിങ്ങളുടെ സഭയുടെ കാര്യം അറിയത്തില്ല, പക്ഷെ സാധാരണ ട്രഡീഷണൽ ആയിട്ടുള്ള പെന്തക്കോസ്റ്റൽ ചർച്ചസിൽ ഈ ഒരു വിഷയം നമ്മൾ അങ്ങനെ ചർച്ചയൊന്നും ചെയ്യുന്നില്ല. കാരണം നമ്മുടെ വിചാരത്തിൽ ഇതൊന്നും ഈ നമ്മുടെ അടുത്തൊന്നും നടക്കാത്ത കാര്യങ്ങളാണ്. ഇത് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ മാത്രം നടക്കുന്നതാണ്. അറ്റ്ലീസ്റ്റ് നമ്മുടെ, അതായത് നിങ്ങളുടെ ചർച്ചിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഞാൻ കണ്ടിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ചർച്ചസിൽ കുറച്ചുകൂടെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ, അത് അവരുടെ പ്രശ്നമല്ല, ബിക്കോസ് ദേ ആർ നോട്ട്, അവർ അങ്ങനത്തെ ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യുന്നില്ല. അപ്പൊ അവർ വിചാരിക്കുന്നത് ഇത് വളരെ വിദേശത്ത് മാത്രം നടക്കുന്ന കാര്യമല്ല, ഒരു വെസ്റ്റേൺ പാശ്ചാത്യ ലോകത്തിൽ മാത്രം നടക്കുന്ന ഒരു സംഭവമല്ല ഞാൻ പറയുന്നത്. homosexuality is very very common. Transgenderism, what is transgender? എനിക്കൊന്ന് ഇതിന് മുമ്പ് നടന്നൊരു ക്ലാസ്സിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒത്തിരി ട്രാൻസ്ജെൻഡേഴ്സിലേക്ക് പോകുന്നില്ല. പക്ഷെ transgenderism is again very very common, right? In Kerala, it is a very very common thing. People are outrightly supporting transgender movement. പല രീതിയിലുള്ള വോക്ക് ഐഡിയാസും നമ്മുടെ നാട്ടിൽ ഇന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ കൂട്ടുകാരും പറയും ദിസ് ഇസ് മോഡേൺ വേൾഡ്. പഴയ ചിന്തയിൽ നിന്ന് നമ്മൾ വെളിയിലേക്ക് പോവാ. സി, ഞാൻ ഒറ്റ ഒരു എക്സസൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. കാരണം ആ എക്സസൈസ് ഞാൻ പറയുന്നതിന്റെ കാര്യം, ഈ ഒരു മീറ്റിംഗിൽ കൂടെ എനിക്ക് ക്യാമറയിൽ നോക്കി പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനൊരു എക്സസൈസ് പറയുന്നത്. മേ ബി യു ക്യാൻ ഗോ ടു ഗൂഗിൾ ആൻഡ് ടൈപ്പ് റോമൻ എംപറേഴ്സ് ചെയ്ത കാര്യങ്ങൾ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ you can read a lot of things that are very very common nowadays. അതായത് ഇന്ന് നമ്മൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ കാണുന്നതോ ചിന്തിക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ആൾക്കാർ ചെയ്യുന്നതിനേക്കാളും വളരെ ഇമ്മോറൽ ആയിട്ടാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് റോമൻ എംപയറിലെ അന്നത്തെ എലീറ്റ്സും അന്നത്തെ സീസറും അന്നത്തെ സ്റ്റേറ്റ്സ്മെനും
പല കാര്യങ്ങളും ഇന്നത്തെ നമ്മുടെ സ്റ്റാൻഡേർഡ്സ് വെച്ച് നമ്മൾ നോക്കുകയോ നമ്മൾ വായിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ടോട്ടലി ഇമ്മോറൽ ആയിട്ട് തന്നെ ജഡ്ജ് ചെയ്യും. ദാറ്റ് വാസ് ദ പ്രാക്ടീസസ് 2000 years ago. So when people come up and tell you, people walk up to you and tell you that this is modern, this is modern, culture, and you should grow up and you should, നിങ്ങളുടെ ആ ട്രഡീഷണൽ ആ ഒരു ക്രിസ്ത്യൻ മെന്റാലിറ്റിന്ന് പുറത്തു വരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ബൈബിളിൽ എന്താണ് ഇത്ര മഹിമ, അല്ലെങ്കിലും ഇറ്റ്സ് ഒരു പഴഞ്ചൻ പുസ്തകമാണ് നിങ്ങൾ പറയുമ്പോൾ, you should be aware that this is not something new. ഇത് പുതുതായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. ഇത് ഇന്നലെ ഇന്നലെ എങ്ങനെയാ മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മാറിയതിന് ഒരു മെയിൻ കാരണം ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ടേക്ക് ഓവർ ഓഫ് യൂറോപ്പ്, അല്ലെങ്കിൽ 800 AD ത്രൂ ദ മിഡിൽ യൂറോപ്പ്. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്ത്യാനിറ്റി ആശിഷ് ബ്രോ നെറ്റ് കട്ടായി തോന്നുന്നു. ആശിഷ് ബ്രോ മ്യൂട്ടഡ് ആണ്, കേൾക്കാൻ പറ്റുന്നില്ല. ആ വീഡിയോയും ഒന്ന് ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, സോറി. ആക്ച്വലി ഞാൻ താമസിക്കുന്ന ഈ സ്ഥലം എനിക്ക് തോന്നുന്നു 2-3 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, താമസിക്കുന്ന ഈ സ്ഥലം കുറച്ചൊരു റിമോട്ട് ആയിട്ടുള്ള ഏരിയ. അപ്പൊ ഇവിടെ ഫോണിന് റേഞ്ച് കിട്ടത്തില്ല. മാത്രമല്ല വൈഫൈ ഉണ്ട്. വൈഫൈയും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക്, സ്പെഷ്യലി ഈ ഒരു ടൈം 8 o'clock മുതൽ എനിക്കൊന്ന് ട്രാഫിക് കൂടി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സോ പ്ലീസ് ഫർഗിവ് മീ. ഇത് പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. സോ ഐ റിയലി അപ്പോളജൈസ്. ഓക്കെ, എനിവേ, സോ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. ഈ നമ്മൾ വിചാരിക്കുന്നത് ഇത് ഇപ്പോഴത്തെ ഒരു പ്രശ്നമാണ്. അല്ല, ദിസ് വാസ് ഹാപ്പനിങ് ഓൾവേസ്. അത് തന്നെയാണ് ഈ ഇസ്രായേൽ മക്കള് രാജാവില്ലാത്ത സമയത്ത് അവര് തന്നിഷ്ടം തന്നെ ചെയ്തു. തന്നിഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ സമയം കിട്ടുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകം എടുത്തൊന്ന് വായിക്കണം. അതിനകത്ത് ആൾക്കാർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബൈബിള് പറയുന്ന എല്ലാം നല്ല കാര്യങ്ങളല്ല, അങ്ങനെ ബൈബിൾ അവകാശപ്പെടുന്നില്ല. ബൈബിളിനകത്ത് ആൾക്കാർ ചെയ്ത പല കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ദാവീദിനെ കുറിച്ച് എഴുതുന്നുണ്ട്, ദാവീദ് ചെയ്ത പല കാര്യങ്ങൾ എഴുതുന്നുണ്ട്. ദാവീദ് ചെയ്ത ചില കാര്യങ്ങൾ, തെറ്റായിട്ടുള്ള പാപങ്ങള് ചെയ്തത് കൊണ്ട് അത് എഴുതി വെക്കുന്നതുകൊണ്ട് ബൈബിൾ അതിനെ എൻഡോർസ് ചെയ്യുവാന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഓക്കെ, ബൈബിളിൽ ഇന്ന കാര്യം ഇന്ന പോലെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ബൈബിൾ അതിനെ എൻഡോർസ് ചെയ്യുന്നില്ല. ബൈബിളിൽ പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ബൈബിളിൽ ലോത്തിന്റെ മക്കളുടെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ബൈബിൾ ഇസ് എൻഡോർസിങ് ഇറ്റ്. ബൈബിൾ അതിനെ എൻഡോർസ് ചെയ്യുമല്ല, പല ആൾക്കാരും ചെയ്ത പല കാര്യങ്ങളും ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇഫ് യു റീഡ് ദ ബൈബിൾ, യു വിൽ കം ടു നോ ദാറ്റ് എത്ര മ്ലേച്ഛമായ ഒരു കൾച്ചർ ആയിരുന്നു. ആ ഒരു എന്താ പറയുന്നത്, ഇസ്രായേൽ മക്കൾ ജീവിച്ചിരുന്നത് ആ ഏൻഷ്യൻ നിയർ ഈസ്റ്റേൺ കൾച്ചർ. അമോറൈറ്റ്സ് ആയാലും, മോബൈറ്റ്സ് ആയാലും, അമാലേക്ക് ആയാലും, ഫിലിസ്റ്റൈൻസ് ആയാലും, ഇവരെല്ലാം പ്രാക്ടീസ് ചെയ്ത ചില പ്രാക്ടീസസ് ഉണ്ട്. സോ ആ ഒരു പ്രാക്ടീസിൽ നിന്ന് വേർപെടുത്താൻ വേണ്ടിയിട്ടാണ് പല പഴയ നിയമ പ്രമാണങ്ങളും ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അവിടെ ദൈവം കൊടുക്കുന്നത്. പല പ്രമാണങ്ങളും, ഇത് തിന്നരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. Those are prescriptions given to them so that they will be separated. അവരുടെ സറൗണ്ടിങ് കൾച്ചറിൽ നിന്ന്, ആ ഒരു സറൗണ്ടിങ് ഇമ്മോറൽ ആയിട്ടുള്ള കൾച്ചറിൽ നിന്ന് അവരെ ഒരു നേഷനായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും, പല ലോസും അവിടെ കൊടുക്കുന്നത്. ഓക്കെ, അതിനകത്ത് ചില ലോസ് ചിലപ്പം ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ റെലവെന്റ് അല്ലായിരിക്കാം. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ പറയുമല്ലോ, പന്നിയിറച്ചി കഴിക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ നമ്മുടെ ഒരു കോണ്ടെക്സ്റ്റിൽ വി ഡോണ്ട് ഫോളോ ദോസ് ലോസ്, റൈറ്റ്? ആൻഡ് ദ സിമ്പിൾ റീസൺ ഇസ് ബിക്കോസ് ആ ലോ അവിടെ കൊടുക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. ടു സെപ്പറേറ്റ് ദം ഔട്ട്. അവര് ഒരു വിശുദ്ധിയും ഒരു വേർപാടിന്റെയും ഒരു സിംബോളിസം അതിനകത്ത് നടക്കുന്നു. It's very symbolic in some sense that God is separating them. If you look at some animals that are mentioned, those are unclean animals. We know that
a plague or some other creature is not clean. Clean in the sense, എന്താ പറയുന്നത്, അവരുടെ habitat is not clean. So those laws are given in a context that God is separating them to be clean and to be holy in that sense. But in our New Testament times, those kinds of restrictions are not there. നമ്മുടെ ഇന്നത്തെ പുതിയ നിയമ ഇതിൽ അങ്ങനത്തെ restrictions ഇല്ല. എന്തുകൊണ്ടാണ് ദൈവം ന്യായപ്രമാണങ്ങൾ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കൾച്ചേഴ്സിൽ നിന്നും ഇങ്ങനത്തെ പ്രാക്ടീസസിൽ നിന്നും അവരെ വേർപെടുത്തി ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു മോണോതീസ്റ്റിക് ഐഡിയ അവരുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാനായിട്ടാണ്. അതായത് through which Christ can come into this earth, ultimately fulfilling His purpose. So that's what God's plan is. Like ഞാൻ കൂടുതൽ പോകുന്നില്ല കാരണം it will take a lot of time to explain. So I will not go into the details of those. But just to give you a brief introduction regarding the Old Testament and Old Testament laws. Anyway, നമ്മുടെ നമ്മുടെ പണ്ട് ഏതോ ഒരു ക്ലാസ്സിൽ എനിക്ക് തോന്നുന്ന ആശയമായിരിക്കും ഈ ഒരു മോറൽ ആർഗ്യുമെന്റ് നമ്മളൊന്ന് നോക്കിയായിരുന്നു. ഒന്നും കൂടെ നമുക്ക് അതിനെ ഒന്ന് റിവൈസ് ചെയ്യാം. Moral argument says that if God does not exist, objective moral values and duties do not exist. Objective moral values and duties do exist, and therefore God exists. Okay, so this is in philosophical language, this is called as a modus tollens argument. So modus ponens and modus tollens are two kinds of arguments or syllogism that we use. This is called as modus tollens, just for information. So it says that if God does not exist, ദൈവം ഇല്ല എങ്കിൽ ഒബ്ജക്റ്റീവ് മോറൽ വാല്യൂസ് ഡു നോട്ട് എക്സിസ്റ്റ്. ധാർമ്മിക മൂല്യങ്ങൾ, ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങൾ തീർച്ചയായിട്ടും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഒരു ഒബ്ജക്റ്റീവ് പെർഫെക്റ്റ് മോറൽ ബീയിങ് ഇല്ല. പക്ഷെ നമുക്കറിയാം, നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് അറിയാം, ഒബ്ജക്റ്റീവ് മോറൽ നിയമങ്ങൾ തീർച്ചയായിട്ടും എക്സിസ്റ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് ദൈവം എക്സിസ്റ്റ് ആവുന്നു. അതുകൊണ്ട് ദൈവം ഉണ്ട് എന്ന് നമുക്ക് ഡെഡ്യൂസ് ചെയ്തെടുക്കാം. എനിക്കറിയത്തില്ല എത്ര പേർക്ക് ഈ ആർഗ്യുമെന്റ് ഡൈജസ്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും if you are following philosophy, if you are reading all these things, definitely it's easy. But I'm talking from a very lay perspective. If you understood what this argument really talks about, but anyway, I will try to briefly explain this in a moment. But before we go into the explanation of this argument, the argument explain ചെയ്യുന്നതിന് മുമ്പ് let me do a small activity. എനിക്കറിയത്തില്ല, since the time I have been taking classes in Faith City, പലപ്പോഴും it's always a one-way talk. So and even when I ask questions, either Eben brother or some 2 or 3 other brothers would quickly answer. But I just want to do a quick activity with you. ആരെങ്കിലും പിള്ളേരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, if you would be interested, please do answer. What do you see here? Triangles. Huh? Oh, that was a small baby voice. I think it was some kid. What do you see? Triangle. Oh, you see a triangle. Very good. So now you tell me, ഈ 3 triangle നിങ്ങൾ കാണുന്നുണ്ട്. ആദ്യത്തെ ട്രയാങ്കിൾ, that is to your left, അതിന്റെ കളർ എന്തുവാ? Yellow. യെല്ലോ. ഓക്കെ, ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇത് ഒരു ചെറിയൊരു ഇതായിട്ട് തോന്നും, എങ്കിലും ഇതുകൊണ്ട് വേറെ ഒരു സംഭവത്തെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. സോ ആദ്യം നമ്മൾ കണ്ട ട്രയാങ്കിളിന്റെ കളർ യെല്ലോ. ഓക്കെ, രണ്ടാമത് കണ്ട ട്രയാങ്കിൾ ഈസ് വാട്ട്? Red. റെഡ്. ഓക്കെ, നൗ ടെൽ മീ, ഈ 2 ട്രയാങ്കിളിന്റെയും കളർ മാറിയത് കൊണ്ട് ഇതിലെന്തേലും അതിന്റെ ആ ട്രയാങ്കിൾനെസ്സിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായോ? No. No, it's just triangle. ഒരു കളർ മാറുന്നതുകൊണ്ട് it doesn't cease to be a triangle. ഒരു ട്രയാങ്കിൾ അല്ലാതിരിക്കുന്നില്ല, അല്ലേ? Right? Now tell me, ഏറ്റവും ലാസ്റ്റ് ട്രയാങ്കിൾ is made out of chalk, അല്ലേ? ഒരു ചോക്ക് കൊണ്ട് വരച്ചേക്കുന്നത്. Okay, that is also a triangle, അല്ലേ? Now anybody remembers what the definition of triangle is? ഒരു ട്രയാങ്കിളിന്റെ ഡെഫിനിഷൻ എന്താണ്? Three-sided polygon. Three-sided polygon. Very good. Three-sided polygon. Okay, so it's not just 3 sides or 3 side എന്ന് മാത്രം പറയാൻ പറ്റത്തില്ല.
This is also three sides, right? But it's a three-sided closed figure. Okay, it's a three-sided closed figure, three-sided polygon. Now, if it is just three sides, or three side matram, this three side analo, this one side, this is the second side, and this is my third side. Is this a triangle? Is it a triangle ano? No. Is it? No. Why? Because it's not a three-sided closed figure. So now, your definition, that is closed figure definition, the triangle alladayo, did it cease to become a triangle? Yes, it's no longer a triangle. But color did it cease to become a triangle? No. That means there are some properties that are not essential. Essential allata chila properties. Okay? Our properties mariyalum. So for example, Ashish. I am Ashish. So ഞാൻ ഇന്നത്തെ മീറ്റിങ്ങിന് ഫുള്ള് ഷേവ് ചെയ്തിട്ട് ഫുള്ള് ഹെഡ് തലയെല്ലാം മൊട്ട അടിച്ചിട്ട് വന്നിരുന്നു കഴിഞ്ഞാൽ maybe you will not recognize me, but I'm still Ashish, right? ഞാൻ ആശിഷ് ആ ഒരു ഇതിൽ നിന്ന് മാറുന്നു. But let's say tomorrow, if I die, okay, then if you see my body, then നമ്മൾ ഒരിക്കലും ഇത് ആശാന്ന് പറയുന്നില്ല. This is his body, right? So I cease to be the person. So now what I mean to say is that the color of the triangle is not essential to the, is a necessary definition. Now let's move forward to this idea. Okay, ശ്രദ്ധിച്ച് കേൾക്കണം, ഞാൻ എന്റെ ആ ഗോളിലേക്ക് എത്തിയിട്ടില്ല. ഓക്കെ, ആ മൂന്നാമത്തെ ട്രയാങ്കിൾ നിങ്ങൾ ആ മൂന്നാമത്തെ ട്രയാങ്കിൾ ചോക്കിലാണല്ലോ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇസ് ദാറ്റ് എ ട്രയാങ്കിൾ? നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ അത് ട്രയാങ്കിൾ ആണ്? ആശിഷ് ബ്രോ ഒന്നും കൂടെ ടിൽറ്റ് ചെയ്യണേ വീഡിയോ. ഒരു മിനിറ്റ്. Okay, now fine. Okay, so ആ മൂന്നാമത്തെ ട്രയാങ്കിൾ, ചോക്കിൽ വരച്ചേക്കുന്ന ട്രയാങ്കിൾ അല്ലെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ട്? ഇറ്റ്സ് എ ട്രയാങ്കിൾ, റൈറ്റ്? ഓക്കെ, എനിക്ക് വേണമെങ്കിൽ ഈ പേപ്പറിൽ maybe I can just draw a triangle here and I can show it to you, right? You cannot see it because it's too bright, but anyway, you get the idea. So ഇതെല്ലാം ട്രയാങ്കിൾ, അതായത് സ്ക്രീനിൽ കാണുന്ന ട്രയാങ്കിളാ, ചോക്കെ നമ്മൾ വരച്ചാലും ട്രയാങ്കിളാ, പേപ്പറിൽ നമ്മൾ വരച്ചാലും ട്രയാങ്കിളാ, ഇതെല്ലാം ട്രയാങ്കിളാ. അതായത് എവിടെ വരയ്ക്കുന്നു, ഏത് കളർ പേന യൂസ് ചെയ്യുന്നു, എത്ര വലിപ്പം ഉണ്ടെന്നോ ഉള്ളത്, ഇതൊന്നും that's not concern, or that's not a property of the triangle itself. It is not an essential property. Okay, now again, my dear friend, he said that it's a three-sided polygon, or three-sided polygon എന്ന് പറയുമ്പോഴത്തേന് മൂന്ന് straight lines അല്ലേ? That's what a triangle is, right? Three straight lines. Now tell me, ആ ചോക്കെ വരച്ചേക്കുന്നത്, is it straight line? No. No, it's not a straight line. Okay, very straightforward answer. Now, redum blue, is it straight line? Or redum yellow? Yes. It is a straight line, but let me ask you something. If you were to അതൊരു മൈക്രോസ്കോപ്പിന്റെ താഴെ വെച്ചിട്ട് zoom ചെയ്ത് നോക്കി കഴിഞ്ഞാൽ, would it be a straight line still? No. No, because എത്ര നമ്മൾ സ്ട്രേറ്റ് ലൈൻ വരച്ചാലും, പെർഫെക്റ്റ് സ്ട്രേറ്റ് ലൈൻ നമുക്ക് വരയ്ക്കാൻ പറ്റുമോ? No. No. അപ്പൊ നിങ്ങൾ പറ, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ട്രയാങ്കിളിനെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വരയ്ക്കാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ട്രയാങ്കിളിനെ കണ്ടിട്ടുണ്ടോ? No. No. But does a perfect triangle exist? Yes. Yes, you know that perfect triangle exists. Not in reality. ഒരു ശരിക്കും നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് ട്രയാങ്കിൾ എന്താന്ന് എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല, ബിക്കോസ് അങ്ങനെ ഒരു പെർഫെക്റ്റ് ട്രയാങ്കിൾ ആർക്കും വരയ്ക്കാൻ പറ്റില്ല. ബട്ട് യു നോ ദാറ്റ് എ പെർഫെക്റ്റ് ട്രയാങ്കിൾ എക്സിസ്റ്റ്. ഓക്കെ, ഇപ്പം നമ്മൾ ഇന്നത്തേക്ക് 3000 വർഷങ്ങൾക്ക് മുമ്പാണ് മേ ബി we discovered
pi. Pi അറിയാമല്ലോ, പൈ എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന പൈ അല്ല, the number pi 3.142, okay, that irrational number. But before 3000 years, did pi exist as a number? It existed, right? We did not realize, we did not recognize, oh, it is just it is just the circumference by the diameter. That formula manishan chindichedilla, but it really existed out there. Okay, did you understand what I say? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ, or is it going bounce? Yes or no? Okay, because this is very important. Yes. The distinction of okay. So there are some things that are beyond human, human mind. അതായത് നമ്മുടെ ബ്രെയിനിന്റെ അപ്പുറത്ത് കിടക്കുന്ന കാര്യങ്ങളാണ്. For example, like the idea of a triangle or mathematics in general, it is beyond human mind, and you come to realize it. Okay, perfect triangle exists outside of your mind, and നമ്മുടെ പഠനം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ റിയൽ വേൾഡിനെ, ഫിസിക്കൽ വേൾഡിനെ അനലൈസ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ഐഡിയ നമ്മുടെ ബ്രെയിനിൽ ഫോം ചെയ്ത് വരിക. ഒരു സർക്കിളും അങ്ങനെ തന്നെയാണ്. Mathematical entities എല്ലാം അങ്ങനെ തന്നെ. It does not it's not coming from your head. Okay, it is already there in the nature, and you are deducing those things. Okay, now so now tell me one thing. If നമ്മള് ഒരു if you look at any beautiful image, okay, or a beautiful scenery, I know that this is beautiful, right? So for example, let's say I am a blind person. For throughout my life ഞാൻ അന്ധനായിരുന്നു, and suddenly because of some surgery I got my eyesight. Okay, and at the same time you showed me a very ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ആദ്യമായിട്ട് എന്റെ എന്റെ കണ്ണുകൾ തുറക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യം നിങ്ങൾ എന്നെ കാണിക്കുന്നത് ഒരു ചീഞ്ഞ ആപ്പിളിന്റെ ഒരു പിക്ചറാണ്. ഓക്കെ, if you show me a rotten apple, then would I find it attractive? ഞാൻ ആദ്യം കാണുന്ന കാര്യം ഒരു റോട്ടൺ ആപ്പിൾ. ഇറ്റ്സ് എ പിക്ചർ ഓഫ് എ റോട്ടൺ ആപ്പിൾ. ഡു യു തിങ്ക്? നോ, ബിക്കോസ് എന്റെ ഉള്ളിൽ, ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലെങ്കിലും എന്റെ ഉള്ളിൽ I know what is good and I know what is bad, right? I know what is beautiful and I know what's not beautiful. അല്ലേ? Yes or no? And this is true for everybody. Okay, it is true for everybody. It is true for me, it is true for Eben brother, it is true for everybody, right? So the idea of goodness, idea of beauty, and idea of truth, exist beyond human capacity or beyond human mind. And the Greek philosophers, transcendentals എന്ന് വിളിക്കുന്നു. Transcendentals, okay? Ethos, pathos, and logos. Okay, truth, beauty, and what? Truth, beauty. What is it? Justice, goodness. Okay, sorry. Justice, goodness. Okay, that is ethical. For ethos, ethical comes from the word ethos, credibility, pathos, and logos. Okay, so that means beauty is something that is beyond us. Truth is something that is beyond us. We only come to realize it. Okay, സത്യം എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തുന്ന, നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സംഭവമല്ല. ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് ഓൾറെഡി ദെയർ, അല്ലെ? അത് ശരിക്കും അവിടെ ഉണ്ട്, നമ്മൾ അതിനെ കണ്ടെത്തുന്നതേ ഉള്ളൂ. ഓക്കെ, if I play something, some sort of a classical music, like maybe Bach or Beethoven, or maybe Brahms or somebody, if I play his music right now, okay, നിങ്ങൾ ഒരിക്കലും maybe if you have not heard Bach or ever in your life, but when the music is being played, you know that it is beautiful because some idea of beauty is already there, right? And in the same sense, just like the idea of beauty is there, in the same sense, goodness is also there. How do you know? എങ്ങനെയാണ് നമുക്ക് ഒരു വസ്തു, അല്ലെങ്കിൽ ഒരു ആക്ട്, നമ്മൾ ചെയ്യുന്ന ഒരു ക്രിയ നല്ലതാ, അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതാ, ദാറ്റ്സ് ഗുഡ്.
ആ ജ്ഞാനം നമുക്ക് എവിടുന്നാണ് കിട്ടുന്നത്? ആ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ നിന്നല്ല വരുന്നത്. ജസ്റ്റ് ലൈക്ക് യു നോ എ ട്രയാങ്കിൾ ബട്ട് യു ഹവ് നെവർ സീൻ എ റിയൽ ട്രയാങ്കിൾ. നിങ്ങൾക്കൊരു ത്രികോണം എന്താണെന്ന് അറിയാം, പക്ഷെ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പെർഫെക്റ്റ് ട്രയാങ്കിളിനെ നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല. But whenever you see a triangle, you realize that it's a triangle because the idea of a perfect triangle is in your mind. Right? Are you following what I'm saying? In the same way, whenever you see goodness, you recognize നിങ്ങൾ തിരിച്ചറിയുന്നു അത് ഗുഡ് ആണെന്ന്, because you know what goodness is essential. Okay? If I were to give you an example, ഓക്കെ, നിങ്ങൾ വഴി കൂടെ ഇങ്ങനെ നടന്നു പോകും. ഓക്കെ, ഇത് ഈ എക്സാമ്പിൾസ് എല്ലാം എന്തുകൊണ്ടോ ഇസ് ഡെഡ്ലി എക്സാമ്പിൾസ്. ഓക്കെ, എനിവേ, കാരണം ജസ്റ്റ് ടു കൺവേ ദി ഐഡിയ, ഇഫ് യു ആർ ഗോയിങ് ബൈ ദ റോഡ് ആൻഡ് യു സീ എ ഫ്രണ്ട് ഓഫ് യുവേഴ്സ്, അല്ലെങ്കിൽ മേ ബി ഹൂവർ, നിങ്ങളുടെ ചിലപ്പം അറിയാവുന്ന ഒരാൾ, ഓർ മേ ബി എ സ്ട്രേഞ്ചർ, ഓക്കെ, ഹൂ ഇസ് ഡ്രൗണിങ് ഇൻ എ ലേക്ക്. ഓക്കെ, ഒരു 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 ലേക്കിൽ, അല്ലെങ്കിൽ ഒരു നദിയിൽ, യുനോ, വഴിയോട് ചേർന്നുള്ള ഒരു നദിയിൽ ഹിസ് ഡ്രൗണിങ്. ഓക്കെ, അപ്പം there are two options. One is you can run away. There is nobody, ആരുമില്ല അവിടെ, കാണാനായിട്ട് അവിടെ ആരുമില്ല. You can just run away, കാരണം നിങ്ങൾക്ക് നീന്താൻ അറിയത്തില്ല. If you jump into the lake, okay, you might end up being dead and you can run away, or you can jump up and save the person. These are two options that you have. Now inherently you know which is the better option. നിങ്ങൾക്കറിയാം എന്ത് കൊടുത്തിട്ടും എന്റെ കൂട്ടുകാരനെ അല്ലെങ്കിൽ ഈ സ്ട്രേഞ്ചറിനെ ആരായിക്കോട്ടെ രക്ഷിക്കുന്നതാണ് is the morally good thing എന്ന് നിങ്ങൾക്കറിയാം. You know, you might not choose to do it. You might not choose to do it. You might choose to run away. But even if you run away, you know that what you did was wrong, right? The right thing to do was to try and get him out of the water. So even though you have never been faced with such a situation, you still know what is the good in a particular situation. And that's what we call objectively good. Okay, that's what we call as objectively good. Now, if you look at this argument, it says that if God does not exist, objective moral values do not exist. അതായത് ദൈവം ഇല്ല എങ്കിൽ ഒരു പെർഫെക്റ്റ് ഗുഡ്നെസ് ഇല്ല എങ്കിൽ ഒബ്ജക്റ്റീവ് ഗുഡ്നെസ് ഇല്ല. then it is all subjective, അല്ലേ? ഇപ്പൊ പെർഫെക്റ്റ് ആയിട്ടുള്ള ട്രയാങ്കിൾ ഇല്ലെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരുടെയും മനസ്സിൽ ഒരു പെർഫെക്റ്റ് ട്രയാങ്കിളിന്റെ ഒരു ചിത്രം ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ജോമെട്രി ചെയ്യുന്നത്. പക്ഷെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ട്രയാങ്കിൾ ഇല്ല എന്ന് വെച്ചോ, അതെങ്ങും ഇല്ല. ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. പിന്നെ എന്റെ ട്രയാങ്കിള് ഒരു സ്ക്വയർ ആയിരിക്കും, മേ ബി എബൻ ബ്രദറിന്റെ ട്രയാങ്കിൾ ഒരു റോംബസ് ആയിരിക്കും. ഹി വിൽ സേ ദാറ്റ് ഇതാണ് എന്റെ ട്രയാങ്കിൾ, എന്റെ മനസ്സിലുള്ള ട്രയാങ്കിൾ ഇതാണ്. ഞാൻ പറയാം, അല്ല, എന്റെ മനസ്സിലുള്ള ട്രയാങ്കിൾ ഒരു സ്ക്വയറാ. സോ എവ്രിബഡീസ് ഡെഫിനേഷൻ ബിക്കംസ് their own truth, അല്ലെ? എല്ലാവരുടെയും ഡെഫിനേഷൻ അവരുടെ തന്നെ സത്യമായി മാറും. ദാറ്റ് ഈസ് ഇല്ലോജിക്കൽ, ബിക്കോസ് നമ്മുടെ എക്സ്പീരിയൻസസ് കൊണ്ട് നമുക്കറിയാം യഥാർത്ഥമായ നന്മ തീർച്ചയായിട്ടും ഈ ലോകത്തിലുണ്ട്. ആൻഡ് വി നോ വാട്ട് ഈസ് ഗുഡ്നെസ്, ആൻഡ് therefore objective moral values and duties do exist. And if they do exist, it points towards a moral, an objectively moral being. കാരണം എന്തുകൊണ്ടാണ് ഗോഡിനെ പോയിന്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സി, ഒബ്ജക്റ്റീവ് moral things can only be done, or sorry, not objective moral things can only be done by moral agents. So let me ask you a question. Can a lion be accused of murdering a deer? ഒരു സിംഹത്തെ, ഒരു സിംഹത്തെ, ഒരു മാനിനെ, ഒരു ആടിനെ കൊന്നതിന് കേസെടുക്കാൻ പറ്റും? Can you do it? അല്ലെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റം ജംഗിളിലൊക്കെ നടക്കുന്നുണ്ടോ? അതായത് ജംഗിൾ ബുക്കിലല്ല, ഇൻ റിയൽ ജംഗിൾ. Can you accuse? No, because they are not moral agents. അവർ moral agents അല്ല. They are not committing moral actions, അല്ലേ? They are not doing moral actions. They are doing murder. They might be doing rape, whatever, in the animal kingdom. But those are not moral actions. Moral actions can only be done by moral beings. Human beings are moral agents, right? We can do moral actions. അതായത് നമുക്കറിയാം, ഇങ്ങനെ കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇത് തെറ്റാ, ഇങ്ങനെ കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇത് ശരിയാ. Okay, we know. So we know that goodness exists. We know that we are moral agents. And if we know that objective goodness exists, then it should
point towards an objectively good being, such as God. Let's move forward. Okay. Now, the question is, how do I know something to be objectively good or beautiful or true? And the answer that ഞാൻ ഇത്രയും നേരം explain ചെയ്തത് was to give you that answer. If I give you these two pictures, യുനോ ഇത് ആക്ച്വലി എനിക്ക് ഇവിടെ നിന്ന് കുറച്ച് കൾച്ചറിനെ കുറിച്ച് സംസാരിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഐ വിൽ നോട്ട് ടേക്ക് മൈ ടൈം ടു ടോക്ക് അബൌട്ട് കൾച്ചർ, ബിക്കോസ് ഐ തിങ്ക് ഇഫ് ഐ ടോക്ക് അബൌട്ട് കൾച്ചർ, നമ്മുടെ ഈ ഇന്നത്തെ ഈ മോറൽ ഇഷ്യൂസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ മോറൽ ക്വസ്റ്റ്യൻസ്, ഇറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ആർ കൾച്ചർ ഓൾസോ. നമ്മൾ കേൾക്കുന്ന മ്യൂസിക് കഴിഞ്ഞ 10 വർഷത്തിൽ, ലാസ്റ്റ് ഡെക്കേഡിൽ ഏറ്റവും അത്, ഐ ഡോണ്ട് എൻകറേജ് ലിസ്ണിംഗ് you to listen to secular music, but I also sometimes do listen to secular music, because you should be updated of what is going on in the secular world. But I would recommend you not to listen, because there are so many good Christian music that you can listen to, so please do. But if I were to ask you what was the most popular song of the last decade, any answers, any guesses? Yeah, I checked this online. I was not aware of this, but I checked it before I prepared for this, as I was preparing for this class. Any guesses? നിങ്ങളാരും സെക്യുലർ മ്യൂസിക് കേൾക്കാത്തവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എവറിബഡി ലിസൺസ് ടു മ്യൂസിക്, അറ്റ്ലീസ്റ്റ് എന്താ പറയുന്നത്, നമ്മള് whenever you listen to it, maybe in some ad or some TikTok video or some Instagram video. No, I know it was not Despacito. Uh, Despacito is up there, but it was this song called Uptown Funk. Mark Ronson produced it, and this guy Bruno Mars in the song Uptown Funk. Yeah. So Uptown Funk. You look at the lyrics of that song. Okay. Completely sensuality. Okay. So the culture is broken down into just sensuality. You do whatever you want. It is talking about this hookup culture and all. Okay, that's what the song is talking about. It has got a very rhythmic beat, and that's why everybody would listen to it, because it's got that catchy beat. But look at 100 years ago, look at 200 years ago, look at how art was there. ആ സമയത്തെ art എന്തായിരുന്നു? Okay, it was about glorifying God. ഞാൻ പറഞ്ഞില്ലേ, Bach is considered as the greatest composer of the West. Greatest composer. One of his masterpieces is Jesu, joy of man's desiring. Jesu means Jesus. Jesus, joy of man's desire. If I get time, it's a composition, you can listen to it. And before composing every sheet, every music, he used to write on the music sheet, Jesu Jua, meaning, oh Jesus, help. Okay, they were inspired by a absolute beauty and absolute goodness of a transcendent God. Right? Nowadays, artists are inspired by carnal pleasures. Right? So here I have two objects. On the left, you see a Gothic structure, which is painted, by some medieval artist. I forgot. It's a church in France. Uh, it's about these beautiful, spiritual ideas. Okay, some sayings and some, uh, depiction of some biblical stories and such kind of things. And on the right side, you have again a wonderful artist, Bansky. I don't know whether you're aware of Bansky's work. Bansky is again a very popular modern day artist. He tends to paint on, he or she, I don't know who it is, because Bansky is a anonymous person. He just comes and he does graffiti works, and he just goes. So and he signs it off as Bansky. So we don't know who Bansky is, but so this is one of Bansky's painting. He's actually copying a Gothic structure, and if you look closely at this painting, it is talking a lot of graffiti artists. Graffiti is not considered to be an art form, because it's considered as vandalism. So what they are actually doing is they are mending everything. Okay, mending what goodness is, what beauty is, what truth is, everything. We live in this post-modern world. Right? ഒരു 2 വർഷം മുമ്പാണ് somebody actually taped ഒരു പഴം എടുത്തിട്ട് ആ പഴത്തിനെ, they taped that banana to a canvas. ഒരു canvas എടുത്തിട്ട് ഒരു പഴം വെച്ചിട്ട് ആ പഴത്തെ സെലോട്ടിപ്പ് വെച്ച് ഒട്ടിച്ചു.
It went for some $1 million. $1 million a piece വിറ്റുപോയത്. I'm not joking. You can Google it. It was done by a comedian. A comedian was trying to mock the artist, but still he got it. He sold it for $1 million. Okay. So Marcel Duchamp, Duchamp in the fountain. If you type Duchamp's fountain, Duchamp brought a urinal. You know what a urinal is? It's actually it's where men's washroom. There is a thing that you pee in. That's urinal. He brought the urinal into a museum and called it fountain. His art piece, his masterpiece. You can Google it. It is considered one of the greatest forms of art in the 20th century. So the culture is being broken down. There is nothing called as absolute. There is nothing called as beauty. Okay. ഞാൻ പറഞ്ഞില്ലേ rotten apple. If you take a rotten apple to a modern gallery, you might end up selling it for maybe $1 million. Okay. So what I'm saying is the culture is breaking things down. Goodness and truth and art, everything that it's a part of art. That goodness and beauty and order, all these are a part of art, and they're actually breaking all these things down. And then you would say, where is the source lying? എവിടെയാണ് ഇതിന്റെ source കിടക്കുന്നത്? And as we discussed throughout this time, the source of goodness lies in God, and Bible reveals to us this God. ഈ ദൈവത്തെയാണ് ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലെ? Bible is revealing to us this God. And അപ്പൊ നിങ്ങൾ വിചാരിക്കും, is Bible the only way that you come to know God? And I would say no. Bible is not the only way. Bible is the way. But എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ദൈവം ഉണ്ടെന്നും ദൈവത്തിന്റെ നിയമങ്ങൾ ഉണ്ടെന്നും ഉള്ള ഒരു ചിന്തയുണ്ട്. അതാണ് ഞാൻ ഒബ്ജക്റ്റീവ് മോറൽ വാല്യൂസിനെ കുറിച്ച് പറയുമ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞത്. അത് നമുക്ക് ബൈബിളിൽ നിന്ന് വായിക്കാൻ പറ്റും. When Gentiles who do not have the law do by nature what the law requires, they are a law for themselves even though they do not have the law. ഈ വാക്യം നമ്മൾ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ജാതികൾ അവർക്ക് ന്യായപ്രമാണമില്ല. They don't have the law of Moses, but even if they don't have the law of Moses, they do by nature. അവരുടെ ഉള്ളിൽ ന്യായപ്രമാണത്തിന്റെ ഒരു വെളിച്ചമുണ്ട്, അല്ലെ? എന്താണ് ശരി, എന്താണ് തെറ്റ് അവർക്കറിയാം. ആ വെളിച്ചത്തെ കണ്ട്, അല്ലെങ്കിൽ ആ ഉള്ളിലുള്ള നാച്ചുറൽ ലോയെ നോക്കി they by themselves do what is required by the law. അപ്പൊ എല്ലാ മനുഷ്യനിലും ആ നീതിയും ആ ന്യായം ഉള്ള ഒരു കോൺസെപ്റ്റ് എല്ലാ മനുഷ്യരിലും ഉണ്ട്. ആ ചിന്തയിൽ നിന്നാണ് എല്ലാ മനുഷ്യനും ഓപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലെ? എക്സ്ക്ലൂസീവായിട്ട് നമുക്ക് ബൈബിളിൽ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇൻ ദ ബൈബിൾ ഇറ്റ് ഇസ് റിട്ടൺ എക്സ്ക്ലൂസീവ്ലി. ബട്ട് ഈവൻ ഇഫ് യു ഡോണ്ട് ഹാവ് ദ ബൈബിൾ, നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഇല്ലെന്ന് വെച്ചു, ബൈബിൾ ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ, നിങ്ങളുടെ പ്രോഗ്രാമിൽ, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ലാപ്ടോപ്പ്. നിങ്ങളൊരു ലാപ്ടോപ്പ് ഒരു 5 വർഷം മുമ്പ് മേടിച്ചാണെങ്കിൽ അതിന്റെ കൂടെ ഒരു യൂസർ മാനുവൽ വന്നിട്ടുണ്ട്, അല്ലെ? ആ യൂസർ മാനുവലിനകത്ത് എക്സാക്ട് എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യേണ്ടത്. വാട്ട് എവർ യു ബൈ ലാപ്ടോപ്പ്. ബട്ട് ഇന്ന് 5 വർഷം കഴിയുമ്പോൾ ആ യൂസർ മാനുവൽ എന്തെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങളെ കാണത്തില്ല. യു മൈറ്റ് ഹാവ് ലോസ്റ്റ് ദ യൂസർ മാനുവൽ. ബട്ട് within the laptop, the system is coded in such a way that it can function only in that manner. അതുപോലെ തന്നെ മനുഷ്യന്റെ ഉള്ളിലും ദൈവം നമ്മളെ സൃഷ്ടിച്ചതുകൊണ്ട് ഹൗ വി ഷുഡ് ഫങ്ഷൻ, എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള നിയമം നമ്മുടെ ഉള്ളിലുണ്ട്. എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഉണ്ട്. I could stay there for some time and explain, but I will not do that. I will just go ahead and say this mind-body problem. Elders brother, I think I'm at 10. Can I have 5-10 minutes just to wind this up? Yeah, okay, yeah, sure. ഇത് ഞാൻ കുറച്ച് സ്ലൈഡ്സ് വെച്ചുള്ളൂ, ജസ്റ്റ് ടു കാരണം ഒത്തിരി കാര്യങ്ങൾ പറയണ്ട. ജസ്റ്റ് ഐ വിൽ ഫോക്കസ് ഓൺ സംതിങ്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു കവർ ഇറ്റ് ഇൻ ഫോർ 1 hour. Anyway, മൈൻഡ് ബോഡി പ്രോബ്ലം. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു ലോകത്തിന്റെ ഒരു മെയിൻ പ്രശ്നമാണ് മൈൻഡും ബോഡിയും തമ്മിലുള്ള ഡിസ്കണക്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലത്തെ കാര്യമാണ്. A woman thinks that she is transabled. അതായത് she is born with eyes, but she thinks that she is blind. She identifies as blind. I'm not joking. You can Google this up. And എന്താണ് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ she forcefully becomes blind. Okay.
because അവളുടെ brain പറയുന്നത് she should identify as blind, but her body is not blind. She has eyes. So what does she do? She listens to her mind. This is the same thing that is happening with transgenderism. The body is male and the mind is saying, no, I feel like a woman. So what should I do? Okay, I will actually cut my body surgically and become a woman. I am a woman. I feel like a man. So what do? I surgically undergo some medical procedures and I become a woman. No, you don't become a woman, because being a woman or being a man is biology. Okay, just because you feel something, you know, I believe that I'm the most handsome man on earth. I believe that. But that doesn't mean that's true, right? I am deluded, right? And this is the delusion that's happening in this world. Okay, everybody is deluded. Body image issues, sexual confusion, um, acceptance and validation issues. And this is actually a real problem with the youngsters. I do want to get into this, at least in this something, but I'll not do that today. Body image issue is a very important thing. When you are fat, and when you're dark, or when you're short, or something, you know, you want to be accepted by your peers. The sexual confusion, as I said, because of this media bombarding, എനിക്ക് സംസാരിക്കാനുള്ളത് to the people who are around their 20s and late 20s and 30s. You might be parents, right? Be careful. നിങ്ങളുടെ കുട്ടികൾ എന്താണ് കാണുന്നതെന്ന് സോഷ്യൽ മീഡിയയിലും ടിവിയിലും ലാപ്ടോപ്പിലും എവിടെയാണെങ്കിലും എന്താണ് കാണുന്നത്, what are they watching? Be mindful of this. I know most parents are busy with their careers and with their life, but please be careful what your kids are watching. If you're not careful now, there is an active trend, അതായത് ഒരു active ആയിട്ടുള്ള effort ഉണ്ട് to bombard and to indoctrinate and to intoxicate our younger generation. And this is happening, right? All confusion everywhere. There is no objective. അതായത് ഒരു റിയാലിറ്റി എന്ന് പറഞ്ഞൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണ് റിയാലിറ്റി എന്ന് തോന്നുന്നത്, that is true, right? But Bible gives you a very different picture. Bible says that you don't need to be confused. You don't need to search for validation, because you are imago, the image of God. You are created in the image of God. Male and female, you have the same birth, right? Because we live, നമ്മളൊരു പാപത്തിൽ വീണ ഒരു ലോകത്തിൽ ജീവിക്കുന്നത് കൊണ്ട് there are these temptations and this confusion and this and this utter delusion that the culture shows us. But we have to be aware that the Bible talks about something that is concrete, something that is truly something that truly gives you happiness. What is it that gives you happiness? എന്താണ് നമുക്ക് സന്തോഷം തരുന്നത്? We find happiness when we leave our purpose. Okay, you find happiness. If you are a man, you find happiness when you live like a man, when you are a father, and when you look after your children and you see them grow. You find happiness. If you are a woman, you find happiness when you truly abide to your womanly calling or your motherly instincts, right? Am I audible? Yes, Ashish brother, audible and audible. Oh, good. I thought I might have lost you. Anyway, so what I'm saying is that this wo- world, the world around is going in utter confusion, right? But in the Bible, that uh, uh, that reveals God to us, right? The Bible is a source of ultimate authority. See, you talk to if you ever get a chance to talk to um, people who have lived an outrageous life, our life when they were young, if they were living a life of drunkenness and sexual promiscuity, and if they were trying to live a life that was loose,
in their 50s and in their 60s or later in life, if you ask them, are they truly happy? You know, what is the answer that you might get? You know, forget about all the medical risk that will come with injecting drugs and abusing alcohol. It's a very common problem in Kerala. Kerala, India, ഏറ്റവും problematic of the same Kerala with the drug thing. And they are searching, they are running behind happiness. സന്തോഷത്തിന് പുറകെയാണ് നടക്കുന്നത്. But they'll not find it anywhere. True happiness is when you live to your fullness as it is commanded in the word of God. Devajansi പറയുന്ന പോലെ, God created man for a purpose. When you leave that purpose, that's when you get the right kind of happiness. I will just close with these words. When the Pharisees are coming to test Jesus, they asked to him about paying taxes to Caesar, and Jesus says, "Render to Caesar what is Caesar's. കൈസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക. Render to the Caesar the things that are Caesar, and to God the things that are God's." Right? And ആ കഥ പറയുമ്പോൾ കർത്താവോട് പറയുന്നത്, whose image do you see on this point? Right? Whose image? Right? And they say that this is Caesar's image. Right? പല കാര്യങ്ങളുണ്ട്. Because you cannot bring Caesar's image to temple. ദൈവത്തിന്റെ ആലയത്തിൽ കൈസറിന്റെ ഇമേജ് കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം അന്നത്തെ പേഗൻ കൾച്ചറിൽ കൈസർ ദൈവമായിരുന്നു. Caesar was worshipped as God. So you cannot put a graven image, ഒരു പ്രതിമയെടുത്ത് ദൈവാലയത്തിൽ കൊണ്ടുവെക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ആ പ്രതിമയിലുള്ളത് അന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾ ദൈവമാണ്. അതാണ് ഈ യഹൂദന്മാർ ഈ ചോദ്യം ചോദിക്കുന്നതിന്റെ അർത്ഥം തന്നെ, to trap Jesus. Right? So what Jesus is saying is, whose image do you see? Oh, you see Caesar's image. Then give it to Caesar. Now the next question is, whose image is on you? What is the image on you? You are God's image. Right? Your body is a temple. Right? It is created in God's image, and one day you will be standing in front of the Creator to give an account of the life that you live. If you cannot live a life of your own rules, because your life was not given to you, by somebody else. You did not create yourself. Your life was given to you by God, and therefore it is not your rules that dominates. It is God's rules that that you should be following, because you are created in the image of God. We have enough philosophical and logical reasoning to believe that. We have the revealed word of God, the Bible, to believe that. Now, I gave a very short gist of the current cultures and things like that, and tried to portray why the word of God is eternal. And I hope you followed what I said. As I close, I also want to uh, you know the church was going through a really difficult time. I know. I was in talk with Evan brother. He informed me. So my condolences and my prayers to the church and the family of Pastor Pierre baby. I hope that the God of comfort, he comfort you, and he give you the grace to move forward. And as I close, I want to thank the church once again for listening to me. May God bless us with this word. താങ്ക് യു ആശിഷ് ബ്രദർ. വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് മൈ ലൈഫ് മൈ റൂൾസ്, വൈ ഇറ്റ് ഷുഡ് നോട്ട് ബി ലൈക്ക് ദാറ്റ്, വൈ ഇറ്റ് ഷുഡ് ബി മൈ ലൈഫ് മൈ ഗോഡ്സ് റൂൾസ്, അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഒബ്ജക്റ്റീവ് മോറൽ ആർഗ്യുമെന്റ്. അതായത് ഒബ്ജക്റ്റീവ് മൊറാലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നതിന്റെ അർത്ഥം ഗോഡ് എക്സിസ്റ്റ് ചെയ്യുന്ന കാരണം ഒരു ഒബ്ജക്റ്റീവ് മൊറാലിറ്റി, നമ്മുടെ മൊറാലിറ്റിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകണം. നന്മ എന്തെന്ന് ബൈബിളിൽ തന്നെ ഒരു വാക്യമുണ്ട്, വി നോ വാട്ട് ലവ് ഇസ്, ബിക്കോസ് കർത്താവ് നമുക്ക് കാണിച്ചു തന്നു എന്താ സ്നേഹം എന്നുള്ളത്. കൂട്ടുകാരന് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നത് കൂടെ കർത്താവ് നമ്മെ സ്നേഹം പഠിപ്പിച്ചു തന്നുകൊണ്ട് നമുക്കറിയാം വാട്ട് ലവ് ഇസ്. അപ്പൊ അതുപോലെ ഓരോരോ വിർച്യൂസും ബൈബിളില്
ദൈവം നമുക്ക് റിവീൽ ചെയ്ത് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നു ബൈ നേച്ചർ. അത് നമ്മുടെ കോൺഷ്യൻസിൽ, നമ്മുടെ ഡീപ്പ് ഇൻസൈഡ് അവർ മൈൻഡ് അത് ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. വാട്ട് ഇറ്റ് ഇസ് ടു ഗോ അഗെയിൻസ്റ്റ് ഗോഡ്സ് വിൽ, വാട്ട് ഇറ്റ് ഇസ് ടു ഫോളോ ഗോഡ്സ് വിൽ, അതെല്ലാം നമുക്ക് ദൈവം മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമുണ്ട്. അതെല്ലാം കൊണ്ട് തന്നെ മാത്രമല്ല, നമ്മൾ ദൈവത്തിന്റെ ഇമേജിൽ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് കാരണം തന്നെ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഓരോ കാര്യങ്ങളാണ്. പക്ഷെ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്, ആൻഡ് താങ്ക്സ് ടു ദാറ്റ് ഓസം പ്രസന്റേഷൻ ഓൾസോ, വളരെ വളരെ മീനിങ് ആയിട്ട് എല്ലാം കൺവേ ചെയ്തു. നമ്മൾ ദൈവത്തിന്റെ ഇമേജ് ആണ്. നമ്മൾ നമ്മുടെ ജീവിതം നമ്മുടെ നിയമത്തിനൊത്തവണ്ണം, നമ്മുടെ ഇഷ്ടങ്ങൾക്കൊത്തവണ്ണം ജീവിക്കേണ്ടതല്ല. പലപ്പോഴും നമ്മൾ അങ്ങനെ ജീവിച്ചു പോയിട്ടുണ്ട്, പലപ്പോഴും തെറ്റിപ്പോയിട്ടുണ്ട്. പക്ഷെ ഇറ്റ് ഇസ് നോട്ട് ടു ലേറ്റ്. നമുക്ക് ദൈവത്തോട് അടുക്കാനായിട്ടുള്ള ഒരു ആക്സസ് ദൈവം തുറന്നു വെച്ചിട്ടാണ്. ഇറ്റ് ഇസ് ഓൾവേസ് ഓപ്പൺ. ആ ആക്സസ് ആസ് ലോങ് ആസ് ഇറ്റ് റിമെയിൻസ് ഓപ്പൺ, ഇറ്റ് ഇസ് അവർ ഡ്യൂട്ടി. നമുക്കത് ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്, നമുക്ക് ദൈവത്തോട് ചേരാനായിട്ട്. കർത്താവിന് ഈ പറഞ്ഞ പോലെ ഇന്നത്തെ കൾച്ചർ ഒരു വളരെ ഒരു ഡിപ്രൈവിറ്റിയിലേക്ക് പോവുകയാണ്. നമ്മുടെ ഒരു പാസ്റ്റിലെ ആർട്ടിസ്റ്റിന്റെ അത് കമ്പയർ ചെയ്ത് വളരെ മനോഹരമായിട്ട് പറഞ്ഞത്, അതായത് അവർക്കൊരാഗ്രഹം ആ ദൈവത്തിന്റെ പെർഫെക്ഷനോട് അത്രയും എത്തണമെന്നായിരുന്നു. they wanted to know more of God. പക്ഷെ നമുക്കിന്ന് പലപ്പോഴും കാർണൽ പ്ലഷേഴ്സിനെ കൂടുതൽ അതിന്റെ പുറകെയാണ് നമ്മുടെ ഒരു ചേസിങ്. അപ്പോ ഇറ്റ് ഷുഡ് നോട്ട് ബി ലൈക്ക് ദാറ്റ്. അതിലും ട്രൂ ഹാപ്പിനെസ് തരുന്ന, റിയൽ ഹാപ്പിനെസ് തരുന്ന ദൈവത്തിന്റെ പർപ്പസസിനും ദൈവത്തിന്റെ പ്ലാനിനും പുറകെ മുന്നേറാനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു ആശിഷ് ബ്രദർ, വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ തന്നെ ആ സെഷൻ ഡീൽ ചെയ്തു. അത് ഐ ബിലീവ് ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവർക്കും അത് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഓൾവേസ് കീപ് ദിസ് ഇൻ യുവർ മൈൻഡ്, ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ. കാരണം നിങ്ങളുടെ അടുത്ത് ആൾക്കാർ ചോദിക്കുമ്പോഴും പല സബ്ജക്റ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും കൊണ്ടുവന്ന് നമ്മുടെ ഫെയ്ത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഓൾവേസ് കീപ് ദിസ് ഇൻ മൈൻഡ്. ഒരു നന്മയ്ക്ക് ഒരു റെഫറൻസ് ഉള്ളത് ദൈവം എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഗോഡാണ് നമ്മളെ ആ ഒരു ഗുഡ്നെസിന്റെ ഒരു ആ റെഫറൻസ് പോയിന്റ് എന്നുള്ളത് ശരിക്കും കാണിച്ചു തന്നത് കർത്താവാണ്. അതുകൊണ്ടാണ് നമുക്ക് നന്മയും തിന്മയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയുന്നത് എന്നുള്ളൊരു കാര്യം. ഓൾവേസ് കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. അത് ഇറ്റ് ഹെൽപ്സ് ലോട്ട് ഓഫ്, ഇറ്റ് ഹെൽപ്സ് us ഇൻ ലൈഫ് ലോട്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ ഫസ്റ്റ് കഴിഞ്ഞ വീക്ക് ഓർപ്പിച്ചതാണ് നമ്മുടെ യൂത്ത് സെമിനാറിനെ കുറിച്ച്. ഡിസംബർ 24 ഞാൻ അതിന്റെ ജസ്റ്റ് ഒരു പോസ്റ്റർ ഷെയർ ചെയ്യാം. Pursuit 22 എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈറ്റിൽ ചെയ്തേക്കുന്നത് നമ്മുടെ യൂത്ത് സെമിനാർ. നമ്മുടെ ആശിഷ് ബ്രോയും ആഷിർ ബ്രോയും ആയിരിക്കും നമുക്ക് ക്ലാസ്സസ് എടുക്കുന്നത്. അത് ബേസിക്കലി ഒരു അപ്പോളജറ്റിക് സെഷൻ ആണ്. നമ്മൾ കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അബൌട്ട് ക്രിസ്മസ്. ഇപ്പൊ നമ്മൾ ക്രിസ്മസ് സീസൺ ആണ്, പല ക്വസ്റ്റ്യൻസും ക്രിസ്മസ് എന്നുള്ളതിനെ കുറിച്ച് തന്നെ ഒത്തിരി ചോദ്യങ്ങൾ ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പിന്നെ ക്രിസ്തുവിന്റെ ദൈവത്വം, ക്രിസ്തു ദൈവമാണോ അല്ലയോ, അതുപോലെ ബൈബിൾ എന്തുമാത്രം വിശ്വസനീയമാണ്, ഗോസ്പെൽസ് എന്തുമാത്രം വിശ്വസനീയമാണ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മളോട് നമ്മുടെ ഫ്രണ്ട്സ് പലപ്പോഴും ചോദ്യങ്ങളായിട്ട് ചോദിക്കാറുണ്ട്, നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ലൈഫിലും ഒരു ക്ലാരിറ്റി നേടേണ്ട കാര്യങ്ങൾ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ്. അതും പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് തീർച്ചയായിട്ടും ഒരു Q&A സെഷൻ ഉണ്ടാവും, ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഇതുപോലെ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വാട്ട് എവർ യു ഹാവ് ഫേസ്ഡ് ഇൻ യുവർ ലൈഫ് വിത്ത് റിഗാർഡ് ടു all such kind of topics and others that you want to clarify, അതെല്ലാം ബി പ്രിപ്പയർഡ്. കാരണം നമുക്ക് അതിനുള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഡിസംബർ 24 നമ്മുടെ ചർച്ചിൽ വെച്ചുണ്ടാകും. ആൻഡ് ഇൻവൈറ്റ് യുവർ അതർ ഫ്രണ്ട്സ് ഓൾസോ. നിങ്ങളുടെ മറ്റ് ചർച്ചസിലുള്ള ഫ്രണ്ട്സ്, മറ്റ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുക. ഇറ്റ് ഈസ് എൻ ഓപ്പൺ ഇൻവിറ്റേഷൻ ഫോർ ഓൾ. അപ്പൊ രജിസ്ട്രേഷൻ ഫോമും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഡു രജിസ്റ്റർ ഇൻ ദാറ്റ്. സോ മേക്ക് ഷുവർ യു ഓൾ രജിസ്റ്റർ ഇൻ ദാറ്റ്. സോ താങ്ക് യു ഓൾ വൺസ് അഗെയിൻ. നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്യാം. കർത്താവി സ്നേഹവാൻ കരുണ, കർത്താവി സർവസ്വനായ കർത്താവി, അപ്പൊ ഞങ്ങൾക്ക് കർത്താവി ഇന്നതേമേ നല്ലൊരു സെഷൻ കർത്താവ് നൽകിയതിനായി നന്ദി കർത്താവി, സ്തോത്രം ചെയ്യുന്ന കർത്താവി. അത് കർത്താവി ഒബ്ജക്റ്റീവ് മൊറാലിറ്റിനെ കുറിച്ച് ഞങ്ങൾ കേട്ടപ്പോൾ അത് കർത്താവ് ഞങ്ങളുടെ ജീവിതം കർത്താവി ഞങ്ങളുടെ നിയമത്തിനൊത്തവണ്ണോ ഞങ്ങളുടെ ഇഷ്ടത്തിനൊത്തവണ്ണോ ജീവിക്കേണ്ടതല്ല അപ്പച്ച കർത്താവി. അത് ഞങ്ങൾക്ക് ദൈവമേ ട്രൂ ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ്സോ
ദൈവമേ ജോയ് ഒന്നും നൽകത്തില്ല അപ്പ. കർത്താവെ ദൈവമേ ഞങ്ങളുടെ ജീവിതം കർത്താവിന്റെ ഹിതത്തിനൊത്തവണ്ണം ജീവിക്കേണ്ടതാണ് കർത്താവിന്റെ ഇഷ്ടങ്ങൾക്ക് ഒത്തവണ്ണം ജീവിക്കേണ്ടതാണ് അച്ഛ. കർത്താവെ അതിനായിട്ട് കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു നാഥ. ദൈവമേ ക്ലാസ് എടുത്ത് ദൈവമേ ആശിഷ് ബ്രദറിനെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിച്ച് കർത്താവിന് വേണ്ടി ഇനിയും അധികമായിട്ട് പ്രയോജനപ്പെടുവാൻ ശക്തിയായിട്ട് ദൈവം എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് കൂടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ ഈ വചനങ്ങൾ ദൈവമേ കർത്താവെ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിയ ചെയ്ത് രൂപാന്തരം വരുത്തുവാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതെ കർത്താവെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവത്തെ കുറിച്ചുള്ള ഞങ്ങളുടെ പേഴ്സ്യൂട്ടിൽ കർത്താവെ ദൈവത്തെ കൂടുതലായിട്ട് അറിയാൻ കർത്താവെ മോശ പ്രാർത്ഥിച്ചതുപോലെ അതെ അപ്പ ഞങ്ങൾക്ക് കർത്താവിനെ കൂടുതലായിട്ട് അറിയണം കർത്താവെ. അതിനു വേണ്ടിയാണല്ലോ ഞങ്ങളുടെ ഈ സെഷൻസും എല്ലാം കർത്താവെ. അതിന് ദൈവം ഓരോ ദിവസവും കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുകരങ്ങളിലേക്ക് സർവ്വത സമർപ്പിക്കുന്നു അപ്പ. നൽകി തന്ന എല്ലാ നന്മകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിലപ്പ കൃപയുണ്ടെങ്കിൽ കോരണമേ അമ്മേ. പിതാവായ ദൈവത്തിന്റെ കൃപയും പുത്രനായ യേശുവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മളോട് ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാട്ടെ. ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ലേലുയ ലേലുയ ലേലുയ. സോ താങ്ക് യു ഓൾ ഫോർ ജോയിനിങ്. എനിക്കറിയാം ഇന്ന് കുറച്ച് പേർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ, പക്ഷെ നമ്മുടെ ലൈവ് യൂട്യൂബിൽ ഉണ്ടാവും. അപ്പോൾ ഇന്ന് ജോയിൻ ചെയ്യാൻ കഴിയാത്തവരുടെ അടുത്തൊക്കെ യൂട്യൂബിൽ തീർച്ചയായിട്ടും കാണാൻ പറയാം. കാരണം ഇറ്റ് ഇസ് സച്ച് എ വണ്ടർഫുൾ സെഷൻ. ആൻഡ് താങ്ക് യു ആശിഷ് ബ്രോ. സ്ലൈഡ്സ് പ്രത്യേകിച്ച് വളരെ സിമ്പിൾ ആയിരുന്നു, ബട്ട് ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ഐ ബിലീവ് ഇറ്റ് കൺവേഡ് എ മെസ്സേജ് ലോട്ട് മോർ ക്ലിയർലി ടു ഓൾ. സോ താങ്ക് യു ഓൾ. താങ്ക് യു. ഓക്കെ, സോ നമുക്ക് എല്ലാവർക്കും നാളെ ചേർച്ചിൽ കാണാം. ഓക്കെ, സോ സീ യു ഓൾ. ബൈ.